ചേട്ടാ, നിങ്ങൾ രാവിലെ എപ്പോഴാണ് സംഭവം എന്നല്ലോ അറിയോ? നിങ്ങൾക്ക് രാവിലെ കറക്റ്റ് 5:30 എന്നാണ് പറയുന്നത്. 5:30 ഇവിടെ അടുത്ത താമസിക്കാൻ അടുത്ത് താമസിക്കുകയാണ്. അതെ, ഇവിടെ ചടങ്ങ് എന്നായിരുന്നു? ഇന്നാണോ ഇന്നലെയാണോ? 16 കുട്ടി നടക്കേണ്ടിയിരുന്നത് ആണ് നടക്കേണ്ടത്. 16 എന്നാണ് നടക്കേണ്ടത്. ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. ബാക്കി രാവിലെ വന്നുകൊണ്ടിരിക്കുന്നതുണ്ടായിരുന്നു. രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഈ ഇവിടെ എന്താ പ്രശ്നം? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എന്തെങ്കിലും അറിയോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് അറിയില്ല, പുറത്തൊന്നും അറിയില്ല. നിങ്ങൾ എപ്പോഴാണ് വിവരം അറിയുന്നത്? നമ്മൾ രാവിലെ ഒരു 6:30 പറഞ്ഞു. 6:30 നിങ്ങളൊക്കെ അറിയുന്നത് അല്ലേ? പോലീസിന്റെ ഫയർഫോഴ്സിന്റെ പെട്ടെന്ന് എത്തുകയും അവരെ ഇത് നടപടിച്ചാണ് കണ്ടുപിടിക്കുകയും ചെയ്തത്. പുറത്തെ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് കുറിച്ച് പുറത്ത് പോയിട്ടില്ലെന്ന് ഉറപ്പായി. പിന്നെ ഇതിനകത്ത് തന്നെ കാണുന്നുള്ള വിശ്വാസത്തിലാണ് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയത്. തീപിടുത്തം ഉണ്ടായെന്നൊക്കെ പറയുന്നു. തീപിടുത്തം ഞാൻ കൊച്ചിനെ എടുത്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. കൊച്ചിന്റെ ശരീരത്തിൽ യാതൊരു വിധമായ പൊള്ളലോ പാടോ ഒന്നുമില്ല. അത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ റൂമിനകത്ത് തുണി കത്തിച്ചിട്ടുണ്ടെന്ന് പറയണം, പക്ഷെ വ്യക്തമായിട്ട് കണ്ടില്ല. കൊച്ചിന്റെ ശരീരത്തിൽ യാതൊരു പൊള്ളലോ ഇല്ല, ഞാൻ കണ്ടായിരുന്നു. ഞാനാണ് ബോഡി നേരിട്ടത്, അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം കൊച്ചിന്റെ ശരീരത്തിൽ പൊള്ളലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ ദുരൂഹതകൾ ഉണ്ടെന്നൊക്കെയാണ് പോലീസിന്റെ ഒരു സംശയം. ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ല, ദുരൂഹത ഉണ്ടെന്നാണ് പറയുന്നത്. 3 പേരെയും കിണറിന്റെ നെറ്റ് ഒന്ന് നീങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കാമ്പൗണ്ടിങ് ആണ്, കൊച്ചു പുറത്തു പോകാൻ വഴിയില്ല. അതുകൊണ്ട് ഈ വെളുപ്പിനായതുകൊണ്ട് ഇത്രയും വലിയ സ്റ്റെപ്പുള്ള കിണറിനകത്തുനിന്ന് കൊച്ചു പോകാൻ സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ അന്വേഷണം അവർ നടത്തുന്നു. എന്ന് പറയുമ്പോൾ സാധാരണ നെറ്റാണോ? മൂടി ഉണ്ടായിരുന്നു കിണർ? മൂടി ഉണ്ടായിരുന്നു. ഈ സാധാരണ ഈ നമ്മൾ കൊതുകിൻ്റെ കിട്ടുന്ന വലയില്ലേ, അതാണ് ഇട്ടിരുന്നത്. മൂടിയില്ല കിണർ? മൂടി ഉണ്ടായിരുന്നു. അല്ല, ഇരുമ്പടപ്പല്ലായിരുന്നു, അല്ലാതെ നെറ്റിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ട്. അപ്പോൾ അത് ഒരു സൈഡ് നീങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർക്ക് കൂടുതൽ സംശയത്തിലോട്ട് ഇടവെച്ചത്. എപ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ പരിസരവാസികൾ തന്നെയല്ലേ, എപ്പോഴാണ് സംഭവം കണ്ടതൊക്കെ? കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് ഈ രാവിലെ 2 മണിയോടുകൂടിയാണ് കുട്ടിയെ കണ്ടത്. 2 മണി മുതൽ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചതും തുടർന്ന് ഈ അന്വേഷണത്തിൽ ഇവിടുന്ന് കണ്ടത് ഒരു ആത്മഹത്യ ഒരു സാധ്യതയാണ് ഉയരുന്നത്. അതായത് ആത്മഹത്യക്കുള്ള സാധ്യതയാണ്. കുടുംബത്തിന് വലിയ രീതിയിൽ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. കടബാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള കടബാധ്യതകളുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരണം ഏതാണ്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാകണം ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. എന്തായാലും 2 വയസ്സുകാരിയാണ് ഇപ്പോൾ ഈ ഒരു കിണറ്റിൽ മരണപ്പെട്ട്. അത് എങ്ങനെ കൊലപാതകമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള അവരെ വിശദമായി ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിലൊരു വ്യക്തത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് എപ്പോഴായിരുന്നു സംഭവം? ചേട്ടൻ കൊണ്ടായിരുന്നു ഇവിടെ? എന്താ സംഭവം? 5 മണി വരെ കൊച്ച് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. 5 മണി കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്ക് ബാത്റൂമിൽ പോയപ്പോൾ കൊച്ചവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൊച്ചു കരഞ്ഞു. അപ്പോൾ മുത്തച്ഛൻ വിളിച്ച് പറഞ്ഞു ഇതുപോലെ കൊച്ചു കരയണമെന്ന്. പക്ഷേ തിരിച്ചവിടെ ചെന്നപ്പോൾ കൊച്ചിനെ കാണാനില്ല. അതാണ് അവർ പറഞ്ഞത്. ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 16 ചടങ്ങാണ്. അതായത് ഈ കൊച്ചിൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ ചടങ്ങ് 16 ചടങ്ങാണ്. മരിച്ചിട്ട് 16 ചടങ്ങാണ്. ഞങ്ങൾ പിന്നെ NSSൻ്റെ ഇതാണ്. NSSൻ്റെ ഇത് തന്നെയാണോ വീട്? വീട് ഇത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവരെ കുടുംബം അച്ഛനും അമ്മയ്ക്ക് എന്താ ചെയ്യുന്നത്? ജോലിയുണ്ട് ഇവർക്ക് ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ദേവസ്വം ബോർഡിലെ ചെറിയ ജോലിയുണ്ട്. അത് എന്തായിട്ടാണെന്നുള്ള അച്ഛൻ ഇവിടെ ശബരി സൂപ്പർ മാർക്കറ്റിൽ അതിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ? വീട്ടില് അനിയൻ ഉണ്ടായിരുന്നു. അവനെ പോലീസ് മുറിക്കകത്തുനിന്ന് തീ പിടിച്ചു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും കത്തിയിട്ടുണ്ട്. അല്ല, ഈ വിളക്ക് വീണ് തീ പിടിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നറിയില്ല. അവര് വെള്ളം വീതി അണച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അങ്ങനെ ഇന്നൊരു മരണച്ചടങ്ങ് നടക്കുകയില്ലേ, അത്തരത്തിൽ നമുക്ക് അങ്ങനെ വേറെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഡോക്ടർ അരുൺ, കുട്ടി ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പൊക്കത്തിലുള്ള കിണറാ ഇത്. എന്തോ ദുരിതമുണ്ട് ഇതിനകത്ത്. അത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം.